സുഹൃത്തുക്കളെ നമസ്കാരം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ ആ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാനത്തെ സൈനിങ്ങും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ജുവാൻ റോഡ്രിഗോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയറാണ്, സ്പാനിഷ് സെൻറ്റർ ബാക്കാണ്. അപ്പോൾ ഈ ഒരു സൈനിങ് കണ്ടപ്പോൾ നമുക്ക് വന്നിട്ടുള്ള കുറച്ചൊരു ഓർമ്മകളുണ്ട്. അതായത് ഇതിനു മുമ്പും ബ്ലാസ്റ്റേഴ്സ് ഇതേപോലത്തെ ഒരു പ്ലെയറെ സൈൻ ചെയ്തിരുന്നത്. അത് പക്ഷേ ഒരു ബ്രസീലിയൻ സെൻറ്റർ ബാക്കായിരുന്നു, ജെയറോ റോഡ്രിഗോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. ഒരു ഹൈപ്പും ഇല്ലാതെ വന്നിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു. പക്ഷേ ബ്ലാസ്റ്റേഴ്സിക്ക് വന്നതിന് ശേഷം എന്ത് അടിപൊളിയായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. കൊച്ചി സ്റ്റേഡിയത്തിന് വിറപ്പിക്കുകയായിരുന്നു ഫസ്റ്റത്തെ കളി തന്നെ. പക്ഷേ നിർഭാഗ്യവശാൽ പരിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നീട് മൂപ്പർക്ക് കളിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയറെ ആണ് എനിക്ക് ഓർമ്മ വന്നിട്ടുള്ളത് ഈ ഒരു സൈനിങ് കണ്ടപ്പോൾ. കാരണം ആ ഒരു പൊട്ടൻഷ്യലും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്ലെയറിനുണ്ട്. ഈ പ്ലെയർ നമുക്കറിയാലോ. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ബ്ലാസ്റ്റേഴ്സിൽ തന്നെ വളരെ കൊട്ടി ഘോഷിച്ചിട്ട് ഭയങ്കര ചെണ്ടമേളൊക്കെ കൊണ്ട് വന്നിട്ടുള്ള രണ്ട് സെൻറ്റർ ബാക്ക് ഉണ്ടായിരുന്നു, കോനെ കോസ്റ്റ്. എമ്മാതിരി തള്ളി മറിക്കലാണ് എല്ലാവരും മറിച്ചിരുന്നത്. ആഫ്രിക്കൻ സിംഹം, ആഫ്രിക്കൻ കടുവ, ആഫ്രിക്കൻ കോമ്പ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും തള്ളി മറിച്ചിട്ടുള്ള ഒരു സൈനിങ് ആയിരുന്നു കോനെ കോസ്റ്റെ. പക്ഷെ എന്തുണ്ടായത്, പിന്നെ തുള വീണു, കാലിൻ്റെ അടിയിൽ തുള വീണു. കാരണം കാലിൻ്റെ അടിയിൽ കൂടെ ബോൾ മിസ്സായിട്ട് ഭയങ്കര മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് ആകെ ഇടങ്ങാറായിട്ടുള്ള ഒരു സീസണായിരുന്നു പിന്നീട് ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു സീസൺ എന്ന് പറയുന്നത്. കാരണം ഡിഫൻസ് പൊട്ടി പാളീസായിരുന്നു, ഫുള്ള് തുള. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലെയർ ഒരു ടീമിക്ക് വന്നിട്ട് കളിച്ചതിൻ്റെ ശേഷം നമുക്ക് ആ ഒരു പ്ലെയർ ടോപ്പാണോ അല്ലേന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സീസണിൽ ഫ്ലോപ്പ് ആയിട്ടുള്ള ആ ഒരു സീസൺ നിങ്ങൾ ഓർക്കണം. അതേ സമയം തന്നെ ഒരു ഹൈപ്പും ഇല്ലാതെ വന്നിട്ടുള്ള ജെയറോ റോഡ്രിഗോസ് ബ്ലാസ്റ്റേഴ്സിൽ തകർത്താടി കളിച്ചതും പക്ഷേ പരിക്കിൻ്റെ നിസ്സായസ്ഥ അദ്ദേഹത്തെ വേട്ടയാടി. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഈ ഒരു ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിങ് വന്നപ്പോൾ ഓർമ്മ വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു ജുവാൻ റോഡ്രിഗോസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പാനിഷ് സെൻറ്റർ ബാക്ക് 30 വയസ്സാണ്. അദ്ദേഹം നിലവിലെ എല്ലാ മത്സരങ്ങളിലും അധിക മാച്ചിലും സ്റ്റാർട്ടിംഗ് ലെവലിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. റൈറ്റ് ബാക്കും പൊസിഷനും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ പോലും അധികം ഒരു 3/4 ഭാഗം എന്ന് പറയണ്ട, ഒരു 95% മാച്ചിലും ഇദ്ദേഹം ഒരു സെൻറ്റർ ബാക്ക്, പ്യൂർ സെൻറ്റർ ബാക്കായിട്ട് കളിക്കുന്ന പ്ലെയറാണ്. പിന്നെ അദ്ദേഹം കുറേ ആ ടീമിൽ കളിച്ചു, ഈ ടീമിൽ കളിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ബോറടിയാവും. കാരണം ആ ഒരു ടീം ഏതാണെന്നും കൂടെ നമുക്ക് ആർക്കും അറിയില്ല. വെറുതെ കുറേ ആ ഒരു ലീഗ് ടീമിൽ കളിച്ചു എന്നൊക്കെ പറഞ്ഞ് വെറുതെ ആ ടൈം വേസ്റ്റ് ആക്കണ്ടല്ലോ. പക്ഷേ നിങ്ങൾക്ക് അറിയേണ്ട ഒരു ടീമിനെ പറഞ്ഞുതരാം. സ്പോർട്ടിംഗ് ഗിജോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്ലബിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. പറയേണ്ടി വന്നത് എനിക്ക് ജെയറോനെയാണ് ഓർമ്മ വന്നിട്ടുള്ളത് ഈ ഒരു സൈനിങ് കേട്ടപ്പോൾ. 30 വയസ്സുള്ള സെൻറ്റർ ബാക്കാണ്. പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു മാർക്കറ്റ് ക്യാപ്പ്, ട്രാൻസ്ഫർ മാർക്കറ്റ് നിങ്ങൾ എടുത്ത് നോക്കുക, www.transfermarket.in. ആ ഒരു സൈറ്റിൽ ഈ ഒരു പ്ലെയർ പേര് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ടല്ലോ, അതിങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് പോകുന്നത്. സാധാരണ ഒരു 20-30 വയസ്സാകുമ്പോൾ നല്ല ഹൈയും പിന്നെ അങ്ങോട്ട് ലോ ആവലാണ് അധിക പ്ലേയേഴ്സിൻ്റെ. പക്ഷേ ഈ ഒരു പ്ലെയറെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട്, പിന്നെ ചെറിയൊരു ഡിപ്പ് വന്നിട്ട് പിന്നെ ഹൈ ആയിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് പോകുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ എന്ത് മനസ്സിലാക്കണം നിങ്ങൾ, അടിപൊളി പ്ലെയറാണ്. എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. ജെയറോനെയാണ് എനിക്ക് ഓർമ്മ വന്നത് ഈ ഒരു സൈനിങ് കണ്ടപ്പോൾ. നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വന്നത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും പിന്നെ കളി എങ്ങനെയെന്ന് ടീമിൽ വന്നതിൻ്റെ ശേഷം മാത്രം നമുക്ക് പറയാൻ പറ്റുള്ളൂ, കളിച്ചതിൻ്റെ ശേഷമേ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.